എനിക്ക് തോന്നുന്നത് മുതലാളിയുടെ വായിച്ചത് വീണിട്ടുണ്ട് ക്ലീറ്റോ. ഇങ്ങനെ പേടിക്കണ്ട, ക്ലീറ്റോ ചേട്ടൻ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു വരും. ആരാ മോൻ? ഇന്നെന്തെങ്കിലും തുടങ്ങിയതാ? ഓ ഇയാളാണെങ്കിൽ ഒരു ക്രൂരനല്ലേ, മുഖരിക്കണുണ്ടോ? പിന്നെ ചിരിക്കൊന്നുമില്ലേ ദേവ എന്നെ ആള്. എന്റെ ക്ലീറ്റോ, ഈ ഫോണിന് എന്താ പറ്റി? നിങ്ങൾ എത്ര നേരം വിളിക്കണു? ഞാൻ വേഗം ചെല്ലാ, സുരേന്ദ്ര മുതലാളിനെ പോയി കാണ്. മുതലാളിയെ ഞാൻ കണ്ടു. കണ്ടാ? പൈസ പറഞ്ഞു ഇവിടെ പൈസ വയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായി. അല്ല, എന്നെ കണ്ടു. പൈസ ഞാൻ കൊടുത്തു. കൊടുത്തോ? ക്ലീറ്റോന്റെ നടന്ന പൈസ ക്ലീറ്റോന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന്. എന്റെ ആവശ്യം ഇപ്പൊ പാർട്ടിയുടെ മീറ്റിംഗ് അത് മാറ്റി വെച്ചു. അപ്പൊ അതുകൊണ്ട് പൈസ ഞാൻ തിരിച്ചു കൊടുത്തു. സമാധാനമായാലും ഇവിടെ എന്തൊരു ടെൻഷൻ അടിയായിരുന്നു. ഇനി മേലാൽ ഇങ്ങനെയുള്ള ഉണക്ക മുതലാളിമാരുടെ അടുത്ത് നിന്ന് പൈസ മേടിക്കരുത്. 5000 രൂപ തരും, അയാൾ അപ്പൊ തന്നെ കൊടിയും പിടിച്ച് ഇങ്ങോട്ട് പോരാ വീട്ടിലോട്ട്. നമുക്ക് അതെ, ആ പൈസ ഞാൻ അതുകൊണ്ട് കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോ അത് പ്രശ്നം കുഴപ്പമില്ല, അത് തീർന്നു. പിന്നെന്താ ടെൻഷൻ? ഒന്നുമില്ല, ഞാനേ പിന്നെ എന്താണ്? ഒന്നുമില്ല. എന്താ പറഞ്ഞോ? അളിയനും ഞാനുമായിട്ട് 1-2 ഒക്കെ പറഞ്ഞ് വഴക്ക് കൂടും. ഇന്നും വഴക്ക് കൂടി കാണും. റോട്ടി വെച്ചേണ്ട. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ ക്ലീറ്റോ അവനോട് വെറുതെ തല്ലു പിടിക്കാൻ പോവല്ലേ? ഇല്ല തങ്കം, തല്ലൊന്നും പിടിച്ചില്ല. പിന്നെന്താ? ഞങ്ങൾ തമ്മിൽ കണ്ടുമില്ല. പക്ഷെ അളിയനെ സത്യം പറഞ്ഞാൽ ഞാൻ എന്തേലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് മനഃപൂർവ്വമൊന്നുമല്ല. അപ്പൊ എന്നെ അവൻ തിരിച്ചു പറയണത് ഞാൻ അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല. എനിക്ക് മനസ്സിലായി, പൈസ വേണം. ഞാൻ പറയാം ഏട്ടനോട്. ഇല്ലില്ല, പൈസ ഒന്നും വേണ്ട, പൈസയുടെ പ്രശ്നമല്ല. പിന്നെ എന്താ പ്രശ്നം? എന്നാലും അവനെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അതെ, ജമന്തി കേക്കണ്ട. പിന്നെ ജമന്തി കേൾക്കാതിരിക്കണ എന്തിനാ? ജമന്തി അറിയാത്ത എന്ത് പ്രശ്നം നിങ്ങൾക്ക്? അയ്യോ, ഞാൻ കേൾക്കണ്ടാത്ത കാര്യം എന്തേ? ഭാര്യ ഭർത്താവും കൂടി ഒന്നുമില്ല, നീ അവിടെ ഒന്നും അങ്ങനെ കേൾക്കാൻ പറ്റാത്ത കാര്യം എന്താന്ന് എനിക്കൊന്നും അറിയണല്ലോ. ഞാൻ കേൾക്കണ. പറഞ്ഞോ. അല്ലാതെ കനകന്റെ ഒരു പ്രശ്നമാണ്. എന്താണ്? ജമന്തി, നിങ്ങൾ ബഹളം വെക്കരുത്. പറയണ ആദ്യം പിടിപ്പിക്കില്ലേ വെറുതെ. കനകനെ പോലീസ് പിടിച്ച് സ്റ്റേഷനില്ല. നിങ്ങൾ ഉടക്കിയല്ലേ? നിങ്ങൾ തല്ലുപിടിച്ചല്ലേ? അയ്യോ, ഞാൻ കാരണമൊന്നും അല്ല, ഞാൻ കാരണമല്ല. പോലീസ് സ്റ്റേഷനിലായത് എനിക്കും അറിയില്ല. ഞാൻ അവനെ വേറൊരു ആവശ്യത്തിന് വിളിച്ചപ്പോൾ അളിയനെ പോലീസ് പിടിച്ചു. എന്നെ ഇവിടെ നിർത്തിയൊക്കെയാണ്. SI വന്നിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സത്യം പറ, എന്താ കാര്യം? എന്നോട് പറ. ജമന്തി, ഞാനൊന്നും ചെയ്തിട്ടില്ല സത്യമായിട്ടും. ഞാൻ പിന്നെ എന്താ ക്ലീറ്റോ ചേട്ടൻ അന്വേഷിക്കാൻ പോകാതെ? അന്വേഷിക്കാനേ, അത് എന്ന് വെച്ചാൽ ഞാൻ SI അങ്ങോട്ട്, അത് വലിയ കുഴപ്പമാണ്. ആ SI ആൾ ശരിയല്ല. ലോകത്തുള്ള മുഴുവൻ ആൾക്കാരുടെ കാര്യത്തിന് പോവില്ല, എന്റെ ഏട്ടനെ ഇറക്കാൻ മാത്രം പറ്റില്ല. ഇത് മനഃപൂർവ്വം അല്ല ജമന്തി. എന്താ വിരോധം ഉണ്ട്? അത് തന്നെ. അല്ല, അതല്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ എനിക്ക് അവനോട് ഒരു വിരോധമില്ല. ഞാൻ മുമ്പ് സെക്രട്ടേറിയറ്റിന്റെ അവിടെ വെച്ച് ഒരു സമരം നടന്നപ്പോൾ ഈ SI യെ അയാളെ നെറ്റി മുറിഞ്ഞു. പാർട്ടിക്കാരെ ആരെങ്കിലും വിട്ടാ മതിയല്ലോ, അല്ലെങ്കിൽ മന്ത്രി വിളിച്ചു പറയാം. എന്റെ പാർട്ടിയിൽ ആളാണെന്ന് പറഞ്ഞാൽ അത് വലിയ കുഴപ്പമാണ്. അല്ല, അതെന്താ ജമന്തി? അതെ, പ്രശ്നമുണ്ട്. ഒന്ന് സമാധാനപ്പെടാതെ ഞാൻ ബഹളം വെക്കല്ലോ. പറഞ്ഞ അമ്മാവനെ ഒന്ന് വിളിക്കും. ഫോൺ കയ്യിലിരിക്കല്ലേ? ഇതിന്ന് വിളിക്കാൻ പറ്റില്ലേ? അത് പിന്നെ ഭാവിയിൽ കുഴപ്പമാവും. അല്ല, അതിനകത്ത് പൈസ ഇല്ല. ഒന്ന് വിളിക്ക് ജമന്തി, ഫോൺ എടുത്ത് വിളിക്ക്. സത്യം പറ ക്ലീറ്റോ, ക്ലീറ്റോ ഞാൻ ഒന്നും ചെയ്തില്ല. എന്റെ പൊന്നു വളരെ എന്നെ വിശ്വസിക്കും. ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താ പറ്റിയത്? അത് എങ്ങനെയോ എന്തോ പറ്റി. അളിയൻ വന്ന് ഇങ്ങോട്ട് ഇറങ്ങ. എന്താണ്? പോലീസാ? പോലീസ് പിടിച്ച കഥയൊന്നും പറയണ്ട. എങ്ങനെ ഇറങ്ങി കളിയോ? അതിന് മാത്രമുള്ള വിഷയൊന്നുമില്ലാന്ന്. എന്തിനാ പോലീസ് പിടിച്ചേ? ഇതൊരു പെറ്റി അടിച്ചാണെന്ന്. പെറ്റി കേസാ? അതെങ്ങനെ ശരിയാവും? ഇത് പെറ്റി കേസിൽ നിൽക്കില്ലല്ലോ. എന്ത്? അത് പെറ്റി കേസിൽ നിൽക്കില്ല. പിന്നെ ഹെൽമെറ്റ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊലക്കുറ്റാവും. ക്ലീറ്റോ ചേട്ടൻ എന്താ അങ്ങനെ ചോദിച്ചേ? എന്തോ മനഃപൂർവ്വം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഏട്ടാ, എത്ര തവണ ഞാൻ പറഞ്ഞെന്നറിയോ? ഒന്ന് പോയി ഏട്ടനെ നോക്ക്, പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ. പോയില്ല, എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇല്ല, ഞാനത് പറയാൻ കാര്യം, അളിയനെ വിളിച്ചപ്പോൾ അളിയൻ പറഞ്ഞില്ലേ ഇങ്ങനെ SI വരാറുണ്ട്, ഇത് കേസ് വന്നിട്ട് എന്ത് പറയാൻ പറ്റുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ പോലീസുകാരെ കൊണ്ട് ഞങ്ങളെ പിടിപ്പിച്ചാണോ? ഞാൻ എന്തിനാ അങ്ങനെ പറയണ? എന്റെ പൊന്ന് തങ്കു, ഇത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്.
അടേ നീ രാവിലെ എനിക്ക് തന്നില്ലേ പ്രാഗി പറഞ്ഞ തന്നൊരു 500 നോട്ടില്ലേ അത് ആ വഴിക്ക് അങ്ങ് പോയി. അപ്പൊ ആ പൈസ പോലീസുകാർക്ക് കൊടുത്തു. അല്ല ആ പൈസ പോലീസുകാർ വാങ്ങിച്ചിട്ടൊന്നും പറഞ്ഞില്ലേ? വേറെന്താ അവര് പറയുന്നു? അല്ല ഒന്നും പറഞ്ഞില്ല എന്നാ. അയാൾ 500 നോട്ടങ്ങാട് മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അയാൾ പറയണെങ്കിൽ മേലാലി ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കരുത്. നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ, നിങ്ങൾക്ക് നിയമം ലംഘിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ക്ലാസ്സും. നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് SI പറയണം പോരാ നേരത്ത്. ഒരു കാര്യം ചെയ്യ്, രണ്ടുപേരെ തൊപ്പിയെടുത്ത് തലയിൽ വെക്കി. രണ്ടുപേരും തൊപ്പിയെടുത്ത് തലയിൽ വെച്ച് നീ വീട്ടിൽ ചെന്നിട്ടാണ് തൊപ്പി വരാൻ പാടുള്ളൂ. അല്ലാതെ വേറൊന്നും പറഞ്ഞില്ലല്ലോ അവര്. അല്ല വേറെന്തെങ്കിലും പറയാൻ ക്ലീറ്റോ ചേട്ടൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ? എനിക്ക് അറിയാൻ പാടാണ്ട് ചോദിക്കാം, കുറെ നേരമായി തുടങ്ങിയിട്ട്. അല്ല, നിനക്ക് ഇനി വേറെ എന്തെങ്കിലും കേൾപ്പിക്കണമെങ്കിൽ നീ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ച് SIയുടെ മുമ്പിലോട്ട് വരും. ഏതായാലും ആ 500 രൂപ പോയല്ലോ, സമാധാനമായി. ഓ, എന്റെ കയ്യിൽ എങ്ങനെയെങ്കിലും ഒരു 10 രൂപ വന്നു കഴിഞ്ഞാൽ അത് ഏത് വിധേനെങ്കിലും അങ്ങോട്ട് പോണം. അപ്പൊ നിനക്ക് സമാധാനമാവും. അത് ഞാൻ അത് ഉദ്ദേശിച്ചല്ലേ ഞാൻ പറഞ്ഞേ. പിന്നെ നീ എന്തുദ്ദേശാ പറഞ്ഞ്? അല്ല ആ 500 രൂപ അതങ്ങനെ പോയേണ്ട പൈസ അതങ്ങ് പോയി. അത്രേ ഉള്ളൂ. അതൊന്നുമില്ല. ഒന്നുമില്ല. ആ ചായ കുടിക്കാം, അവിടെ വാ. ചായ കുടിക്കാം. വാ. ക്ലീറ്റോ ചേട്ടൻ ഇല്ല ചായ. Alien versus Alien.